സീസ് ഫയർ 1 മാസത്തേക്ക് എഗ്രിമെൻ്റ് വേണം. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടും റഷ്യയോടും ആവശ്യപ്പെടുന്നത്. അതായത് 1 മാസത്തെ സമയം കൊണ്ട് ഫർദർ നെഗോസിയേഷൻ, അതായത് വെടിനിർത്തൽ സമയത്ത് നെഗോസിയേഷൻ നടത്തി ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം. ഇത് തന്നെ അമേരിക്ക പറഞ്ഞത്. ആദ്യം സീസ് ഫയർ, വെടിനിർത്തൽ, ബാക്കി നമുക്കിരുന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് മറ്റേ പുള്ളി എതിർത്ത് ഓടിപ്പോയത്. ഇപ്പം ഇത് ഞാൻ പറഞ്ഞ വീഡിയോയും ഈ സംഭവിച്ചൊക്കെ ഒരേപോലല്ലേ ഉണ്ടായത്. നിങ്ങൾ നോക്ക്, ഓരോന്നായിട്ട് ടാലി ചെയ്ത് നോക്ക്. മൂന്നാമത്തെ ഡെവലപ്മെൻറ്റ്, അതായത് റഷ്യ ഇൻവേഷൻ നടത്തി കഴിഞ്ഞ സമയത്ത് ഉക്രൈൻ തകർത്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയ്ക്കും വേണ്ടി ഉപരോധം ഏർപ്പെടുത്തി. ഇപ്പോൾ റഷ്യയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള റഷ്യൻ അസറ്റുണ്ട്, അത് ഏകദേശം 250 ബില്യന് മുകളിലുണ്ട്. അത് ഫ്രീസ് ചെയ്തു യൂറോപ്യൻ രാജ്യങ്ങൾ. അത് അതേപോലെ ഉക്രൈന് കൊടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ധാരണയായി. അടുത്ത ഡെവലപ്മെൻറ്റ്, കാരണം അമേരിക്ക പറഞ്ഞു ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത പണം നിങ്ങൾ തിരിച്ചു തന്നേ മതിയാകൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈൻ ഇത്രയും പണമില്ല കയ്യിൽ. കാരണം 10 ജനറേഷൻ കഴിഞ്ഞാൽ പോലും $350 ബില്യൺ മുകളിൽ കൊടുക്കാൻ ഉക്രൈൻ്റെ ഇല്ല.